ഹായ് ഓൾ, എല്ലാവർക്കും മഹവ ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്ന ഇംഗ്ലീഷ് റീഡറിലെ സ്റ്റോറി പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തുള്ള പാഠപുസ്തകത്തിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യുന്നത്. ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പം 19 ചോദ്യങ്ങൾ നമുക്ക് പാഠപുസ്തകങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ഇന്ന് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് വെയർ ഓഫ് ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ, but the magnificent old banyan tree was mine. Why did the boy say so? അതായത് വീടും അതിൻ്റെ ചുറ്റുപാടുകളുമെല്ലാം, അതിനെയാണ് ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് എന്ന് പറയുന്നത്. വീടും അതിൻ്റെ ചുറ്റുപാടുകളുമെല്ലാം അപ്പൂപ്പൻ്റെ അണ്ടറിലായിരുന്നു, അല്ലെങ്കിൽ അപ്പൂപ്പൻ്റെ കീഴിലായിരുന്നു. ബട്ട് ദ മാഗ്നിഫിസൻറ്റ് ഓൾഡ് ബനിയൻ ട്രീ വാസ് മൈൻ. അപ്പം എഴുത്തുകാരൻ അല്ലെങ്കിൽ ആ കഥയിലെ കുട്ടിയുടേതായിരുന്നു ആ ആൽമരം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ പറഞ്ഞത്? അപ്പോൾ ആൻസർ എന്ന് പറയുന്നത്, ദ ബോയ് സെഡ് സോ because he was free to do whatever he liked on the banyan tree. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പാരഗ്രാഫ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അപ്പം കുട്ടിക്ക് അതിന്മേൽ വളരെയധികം സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. കാരണം അവന് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ആ മരത്തിൽ ചെയ്യുവാൻ അവന് സാധിക്കുമായിരുന്നു. സോ ദാറ്റ്സ് വാട്ട് ഹി സെഡ്, ദ ബോയ് സെഡ് സോ. കുട്ടി അങ്ങനെ പറഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ബിക്കോസ് ഹി വാസ് ഫ്രീ ടു ഡു വാട്ട് എവർ ഹി ലൈക്ഡ് ഓൺ ദ ബനിയൻ ട്രീ. അപ്പം അവന് എന്തു ചെയ്യുവാനും, അവനിഷ്ടമുള്ള എന്തും ചെയ്യുവാനും അതിന് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. But in the house and the grounds, he was not so free as they were strictly controlled by the grandfather. പക്ഷേ വീടും അതിൻ്റെ ചുറ്റുപാടുകളുമെല്ലാം അപ്പൂപ്പൻ്റെ അണ്ടറിലായിരുന്നു. സോ നമുക്ക് ആ കഥ വായിക്കുമ്പോൾ മനസ്സിലാക്കാം, ഗാർഡന് അല്ലെങ്കിൽ അവിടെ ചുറ്റുപാട് കാര്യങ്ങളെല്ലാം അപ്പൂപ്പനാണ് നോക്കി നടത്തിക്കൊണ്ടിരുന്നത്. സോ അവിടെ ഇപ്പോൾ ഗാർഡനിൽ കയറി ഇഷ്ടമുള്ള എന്തും ചെയ്യാൻ അവന് സാധിക്കത്തില്ല. സോ അവന് ബനിയൻ ട്രീയിൽ എന്തും ചെയ്യാൻ സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഇൻ ദ ഹൗസ് ആൻഡ് ദ ഗ്രൗണ്ട്സ് ഹി വാസ് നോട്ട് സോ ഫ്രീ. അപ്പോൾ അതായത് വീട്ടിലും ചുറ്റുപാടുകളിലും അവൻ അത്രയും ഫ്രീ അല്ലായിരുന്നു. ഓക്കെ. ഓൾസോ ഗ്രാൻഡ് ഫാദർ ഈസ് അറ്റ് ദി ഏജ് ഓഫ് 65. അപ്പം അപ്പൂപ്പൻ 65 വയസ്സായി. ആൻഡ് ഹി വാസ് നോട്ട് ഏബിൾ ടു ക്ലൈംബ് ദ ബനിയൻ ട്രീ. അപ്പം ആ അപ്പൂപ്പൻ 65 വയസ്സുള്ള പ്രായമായ അപ്പൂപ്പന് മരത്തിൽ കയറാൻ സാധിക്കത്തില്ല. സോ ആ മരത്തിൽ ഇരുന്നുകൊണ്ട് അവൻ എന്ത് ചെയ്യുവാൻ സാധിക്കും? സോ ഇറ്റ് വാസ് ടോട്ടലി അണ്ടർ ദ ബോയ്സ് കസ്റ്റഡി. അതുകൊണ്ട് ആ മരം, ബനിയൻ ട്രീ, കുട്ടിയുടെ അണ്ടറിലായിരുന്നു. സോ ആൻസർ നമ്മൾ ഒന്നുകൂടെ വായിക്കുന്നു. ദ ബോയ് സെഡ് സോ ബിക്കോസ് he was free to do whatever he liked on the banyan tree, but in the house and the grounds, he was not so free as they were strictly controlled by the grandfather. Also, grandfather is at the age of 65 and he was not able to climb the banyan tree. So it was totally under the boy's custody. രണ്ടാമത്തെ ചോദ്യം, how did the squirrel become a friend of the boy? അണ്ണാൻ എങ്ങനെയാണ് കുട്ടിയുടെ ഫ്രണ്ടായി മാറിയത്? അതാണ് ഇവിടുത്തെ ചോദ്യം. How did the squirrel become a friend of the boy? The squirrel found that the boy had no catapult or air gun. അപ്പോൾ അണ്ണാൻ നോക്കിയപ്പോൾ ബോയുടെ കയ്യിൽ കവിണയോ തോക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല, എയർ ഗൺ ഒന്നും ഉണ്ടായിരുന്നില്ല. Then the boy started giving him pieces of cake and biscuits. അപ്പോൾ അതിനുശേഷം അവൻ എന്ത് ചെയ്തു? Boy started giving him pieces of cake and biscuit. കേക്കിൻ്റെ ബിസ്ക്കറ്റിൻ്റെ പീസസ് അണ്ണാന് കൊടുക്കുകയും ചെയ്തായിരുന്നു. അവിടെ ലീവ് ചെയ്തിട്ട് അവൻ പോയായിരുന്നു. അങ്ങനെ ഹി ഗ്രൂ ബോൾഡർ ആൻഡ് ടുക്ക് ഫുഡ് ഫ്രം ഹിസ് ഹാൻഡ്സ്. അങ്ങനെ എന്ത് ചെയ്തു? അവസാനം അവന് ധൈര്യം സംഭരിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് ഫുഡ് കളക്ട് ചെയ്യുവാൻ അവൻ ധൈര്യമുള്ളവനായി തീർന്നു. ഹി ഈവൻ സെർച്ച്ഡ് ഫോർ ദ ബോയ്സ് പോക്കറ്റ്സ്. അവൻ അവൻ്റെ പോക്കറ്റിൽ കയറുവാൻ പോലും മടിയില്ലാത്തവണ്ണം ഫ്രണ്ട്സായിട്ട് മാറി. സോ മനസ്സിലായോ? അതായത് യാതൊരു ഡേഞ്ചറും ഉണ്ടാക്കുകയില്ല എന്ന് നമ്മൾ കഥയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആദ്യം അണ്ണാൻ ഇച്ചിരി റിസൻഫുള്ളായിട്ട് അല്ലെങ്കിൽ വെറുപ്പോടെ അവനെ നോക്കിയായിരുന്നു. കാരണം അവൻ്റെ പ്രൈവസിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ നമ്മൾ വായിച്ചായിരുന്നു, അല്ലേ? അപ്പോൾ അവൻ്റെ കയ്യിൽ കാറ്റാപ്പൾട്ടോ എയർ ഗണ്ണോ ഇല്ലായിരുന്നു. അത് മാത്രമല്ല അവൻ പീസസ് ഓഫ് കേക്ക് ആൻഡ് ബിസ്ക്കറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ വളരെ സ്ട്രോങ് ആയി. നമ്മളിങ്ങനെ പറയും, ദി സ്ക്വിറൽ ഫൗണ്ട് ദാറ്റ് ദ ബോയ് ഹാഡ് നോ കാറ്റാപ്പൾട്ട് ഓർ എയർ ഗൺ. Then the boy started giving him pieces of cake and biscuits. He grew bolder and took food from his hands. He even searched for the boy's pockets. Okay, മനസ്സിലായല്ലോ? മൂന്നാമത്തെ ചോദ്യം, what did the friends of the squirrel think about his friendship with a human? അപ്പം ഈ അണ്ണാൻ്റെ ഈ കുട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ആ ബന്ധം എങ്ങനെയാണ് അണ്ണാൻ്റെ കൂട്ടുകാർ കണ്ടിരുന്നത്? അത് നമ്മൾ കഥയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? വാട്ട് മൈറ്റ് ഹാവ് മെയ്ഡ് ദം തിങ്ക് സോ? എന്തുകൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കാൻ കാരണം? അപ്പം നമ്മൾ കഥയിൽ വായിച്ചായിരുന്നു, എന്താണ്, ഇവൻ ഒരു മനുഷ്യനെ ട്രസ്റ്റ് ചെയ്യാൻ മണ്ടനാണ്. കാരണം ചിലപ്പോൾ അവനെ കൊല്ലാം, അല്ലെങ്കിൽ അവനെ പിടിച്ചുകൊണ്ട് പോകാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം ആ ഒരു മനുഷ്യനെ വിശ്വസിക്കുന്ന അവനെ ഒരു ഹെഡ് സ്ട്രോങ്ങും ഫൂളിഷുമായിട്ടൊക്കെയാണ് അവൻ്റെ
ഫ്രണ്ട്സ് വിചാരിച്ചത്. അത് നമ്മളെങ്ങനെ പറയും? ദേ തോട്ട്, അവർ ചിന്തിച്ചിരുന്നു. ഹി വാസ് ഹെഡ് സ്ട്രോങ് ആൻഡ് ഫൂളിഷ്, അവൻ ഒരു താന്തോന്നിയാണ്, അല്ലെങ്കിൽ തന്നിഷ്ടക്കാരനാണ്, അല്ലെങ്കിൽ മണ്ടനാണ്. ഫൂളിഷ് എന്ന് പറഞ്ഞാൽ മണ്ടനാണ്. ഫോർ ട്രസ്റ്റിംഗ് എ ഹ്യൂമൻ ബീങ്, ഒരു മനുഷ്യനെ അവൻ വിശ്വസിക്കാൻ മാത്രം അവൻ മണ്ടനാണെന്നാണ് അവന്റെ കൂട്ടുകാർ അവനെക്കുറിച്ച് വിചാരിച്ചിരുന്നത്. ദേ തോട്ട് സോ, അവർ എന്തുകൊണ്ടാണ് വിചാരിച്ചത്? ദേ തോട്ട് സോ ബിക്കോസ് ഹ്യൂമൻ ബീങ്സ് കിൽ ദ സ്ക്വറൽസ് ഫോർ ദെയർ മീറ്റ്, സ്കിൻ ആൻഡ് ഈവൻ ഫോർ ഫൺ. അപ്പൊ സാധാരണ ആളുകൾ എന്ത് ചെയ്യും? ഈ സ്ക്വിറൽസിനെ കൊല്ലും. എന്തിനു വേണ്ടിയിട്ട്? അതിന്റെ ഇറച്ചിക്ക് വേണ്ടി, അല്ലെങ്കിൽ അതിന്റെ സ്കിന്നിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ തമാശയ്ക്ക് വേണ്ടിയും ഉപദ്രവിക്കുന്നവരാണ് മനുഷ്യർ. സാധാരണ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ആ മനുഷ്യരെ വിശ്വസിക്കുന്ന ഒരു അണ്ണാനെ അവർ ഹെഡ് സ്ട്രോങ്ങും ഫൂളിഷുമായിട്ട് വിചാരിച്ചത്. ഓക്കെ, മനസ്സിലായോ? 4ാമത്തെ ചോദ്യം, ഹൗ വാസ് ദ ബനിയൻ ട്രീ ദ നോയ്സിയസ്റ്റ് പ്ലേസ് ഡ്യൂറിങ് ദ ഫിഗ് സീസൺ? അപ്പം ഫിഗ് സീസണിൽ എങ്ങനെയാണ് ആൽമരം ഏറ്റവും ശബ്ദകോലാഹലമുള്ള സ്ഥലമായി മാറിയിരുന്നത്? അല്ലേ, നമ്മൾ അതും പഠിച്ചായിരുന്നു അല്ലേ? അപ്പം നമ്മൾ എഴുതുകയാണ്, അതിന്റെ ആൻസർ ഇങ്ങനെയാണ്: ഇറ്റ് വാസ് ദ നോയ്സിയസ്റ്റ് പ്ലേസ് ഡ്യൂറിങ് ദ ഫിഗ് സീസൺ. അപ്പൊ അതായിരുന്നു ഫിഗ് സീസണിൽ ഏറ്റവും നോയ്സിയസ്റ്റ് ആയിട്ടുള്ള പ്ലേസ്. ബിക്കോസ് ഡിഫറെന്റ് ബേർഡ്സ് ആൻഡ് ആനിമൽസ് കെയിം ടു ഈറ്റ് ദ ഫിഗ്സ്. അപ്പം അതിനകത്തുള്ള റെഡ് ഫിഗ്സ് കഴിക്കാൻ വേണ്ടിയിട്ട് ആനിമൽസും ബേർഡ്സും ആ മരത്തിലേക്ക് വരുമായിരുന്നു. ഏത്? ഫിഗ് സീസണിൽ വരുമായിരുന്നു. ദ ബേർഡ്സ് വെയർ മെയിൻലി, ഏതൊക്കെ ബേർഡ്സ് ആയിരുന്നു? മെയിൻലി ബുൾബുൾ, റോസി പാസ്റ്റേഴ്സ്, പാരറ്റ്സ് ആൻഡ് ക്രോസ്. അപ്പം റോസി പാസ്റ്റേഴ്സ് വരും, പാരറ്റ്സ് വരും, തത്തമ്മ വരും, ക്രോസ് കാക്കകൾ വരും. സോ ഇങ്ങനെ പല ടൈപ്സ് ബേർഡ്സ് അവിടെ വരുമായിരുന്നു. ദേ സ്ക്വാബിൾഡ് അറ്റ് ഈച്ച് അതർ വിത്ത് ഡിഫറെന്റ് സൗണ്ട്സ് ആൻഡ് ഇറ്റ് ബിക്കം നോയ്സ്. അപ്പൊ അവര് ഓരോരുത്തരും അവരവരുടെ സൗണ്ടിൽ ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കും. സ്ക്വാബിൾഡ്, നമ്മൾ ഒരു പുതിയ വേർഡ് നമ്മൾ കഥയിൽ പഠിച്ചാണ്, സ്ക്വാബിൾഡ് അറ്റ് ഈച്ച് അതർ. അതായത് അവരവരുടെ ശബ്ദം ഇങ്ങനെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. അവർ തമ്മിലിങ്ങനെ കോലാഹലം ഉണ്ടാക്കുന്ന പോലെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അതെന്തായി? ഒരു നോയ്സി ആയിട്ട് മാറി. നമ്മൾ അതങ്ങനെ പറയും, ഇറ്റ് വാസ് ദ നോയ്സിയസ്റ്റ് പ്ലേസ് ഡ്യൂറിങ് ദ ഫിഗ് സീസൺ ബിക്കോസ് ഡിഫറെന്റ് ബേർഡ്സ് ആൻഡ് ആനിമൽസ് കെയിം ടു ഈറ്റ് ദി ഫിഗ്സ്. The birds were mainly bulbul, rosy pasties, parrots and crows. They squabbled at each other with different sounds, so it became noisy. Okay. 5ാമത്തെ ചോദ്യം, how did the boy make the spring season exciting for himself? അപ്പം ഇവിടെ പറയുന്നത് എങ്ങനെയാണ് ആ കഥയിലെ ആൺകുട്ടി അവന്റെ സ്പ്രിംഗ് സീസൺ അവനെ എക്സൈറ്റിംഗ് ആക്കി മാറ്റിയത്, അല്ലെങ്കിൽ ഭയങ്കര സന്തോഷപൂർണ്ണമാക്കി എങ്ങനെയാണ് അവൻ മാറ്റിയത്? സോ നമ്മളത് കഥയിൽ പഠിച്ചായിരുന്നു. അവൻ്റെ സ്പ്രിംഗ് സീസൺ അവൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആക്കി. എങ്ങനെയാണ്? ആ മരത്തിൽ അവനൊരു പ്ലാറ്റ്ഫോം ഒക്കെ ഇട്ട് അവിടെ ഒരു ഇരിപ്പിടമൊക്കെ ഉണ്ടാക്കി അവിടെ നിന്ന് അവൻ വായിക്കാൻ തുടങ്ങി. അത് നമുക്ക് വായിക്കാം, അത് നമുക്ക് പറയാം. എങ്ങനെ പറയാം? ഹി ബിൽഡ് എ പ്ലാറ്റ്ഫോം ഓൺ ദ ബനിയൻ ട്രീ. അവൻ ആ ആൽമരത്തിൽ എന്തുണ്ടാക്കി? ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. ആൻഡ് ഹി സ്പെൻഡ് ദ കൂൾ ആഫ്റ്റർനൂൺസ് ദെയർ. അപ്പൊ അവിടെ അവൻ ബാക്കി എല്ലായിടത്തും ചൂടായിരിക്കുമ്പോഴും അവിടെ തണുപ്പുള്ളത് കാരണം അവൻ അവിടെ ഉച്ച സമയങ്ങൾ ചെലവഴിക്കുവാൻ തുടങ്ങി. ഹി ബ്രോട്ട് കുഷ്യൻസ് ടു സിറ്റ് ഓൺ ആൻഡ് ഹി പ്രോപ്ഡ് ഹിംസെൽഫ് ഓൺ എ ബ്രാഞ്ച്. അപ്പൊ അവൻ ഡ്രോയിങ് റൂമിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിട്ട് അവൻ അവിടെ എന്ത് ചെയ്തു? തന്നെത്താൻ അവിടെ ഒരു സപ്പോർട്ടൊക്കെ കൊടുത്ത് അവിടെ ഇരിക്കുവാൻ തുടങ്ങി. അതാണ് അവർ പറയുന്നത്, ഹി ബ്രോട്ട് ക്വസ്റ്റ്യൻസ് ടു സിറ്റ് ഓൺ ആൻഡ് ഹി പ്രോപ്ഡ് ഹിംസെൽഫ് ഓൺ എ ബ്രാഞ്ച്. അവൻ ആ ബ്രാഞ്ചിൽ അവൻ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ അവിടെ ഉണ്ടാക്കി. സിറ്റിംഗ് ദെയർ ഹി റീഡ് ബുക്സ് ഓർ ഒബ്സർവ് ദ തിങ്സ് ഗോയിങ് ഓൺ അറൌണ്ട്. അവൻ അവിടെ ഇരുന്ന് എന്താണ് ചെയ്തത്? സിറ്റിംഗ് ദെയർ ഹി റെഡ് ബുക്സ്, അവൻ ബുക്കുകൾ വായിച്ചിരുന്നു. ഓർ ഒബ്സർവ് ദ തിങ്സ് ഗോയിങ് ഓൺ അറൌണ്ട്. അപ്പൊ അവന് നമ്മൾ ആ കഥയിൽ വായിച്ചായിരുന്നു, അവന് റീഡിങ്ങിൽ ഇൻട്രസ്റ്റിംഗ് ഇല്ലാത്ത സമയത്ത് അവൻ ആ ഇലകൾക്കിടയിലൂടെ അവന്റെ ചുറ്റുപാടുമുള്ള വേൾഡ് അവൻ ഒബ്സർവ് ചെയ്യുമായിരുന്നു. അതാണ് നമ്മൾ പറയുന്നത്, ഓർ ഒബ്സർവ്ഡ് ദ തിങ്സ് ഗോയിങ് ഓൺ അറൌണ്ട്. ഓക്കെ. 6ാമത്തെ ചോദ്യം, വാട്ട് വാസ് ദ ഇൻസിഡന്റ് ദാറ്റ് ട്രിഗർഡ് എ ലോങ് ലാസ്റ്റിംഗ് എക്സൈറ്റ്മെന്റ് ഫോർ ദ ബോയ് ഇൻ സമ്മർ? അപ്പൊ ആ വേനൽക്കാലത്ത് അവന്റെ ഓർമ്മയിൽ നിലനിൽക്കുന്ന എന്ത് സംഭവമാണ് നടന്നത്? അല്ലെ, അത് നമ്മൾ പഠിച്ചായിരുന്നു. ഇറ്റ് വാസ് എ ഫൈറ്റ് ബിറ്റ്വീൻ എ ബ്ലാക്ക് കോബ്ര ആൻഡ് എ മങ്കൂസ്. അപ്പൊ അതെന്തായിരുന്നു? ഒരു അടിപിടിയായിരുന്നു. ആര് തമ്മിൽ? എ ബ്ലാക്ക് കോബ്ര ആൻഡ് എ മങ്കൂസ്. അപ്പൊ ഒരു കറുത്ത രാജവമ്പാലയും ഒരു കീരിയും തമ്മിലുള്ള അടിപിടിയായിരുന്നു അവന്റെ സമ്മറിൽ അവനെ ലോങ് ലാസ്റ്റിംഗ് എക്സൈറ്റ്മെന്റ് നൽകിയത്. എ മൈന ആൻഡ് എ ക്രോ വെയർ ഓൾസോ ഇൻവോൾവ് ഇൻ ദ ഫൈറ്റ്. അപ്പൊ ആ ഫൈറ്റ് നടക്കുന്നതിനിടയ്ക്ക് 2 പേരും കൂടെ ഇടപെട്ടായിരുന്നു. ആരൊക്കെയാ? എ ക്രോ ആൻഡ് എ മൈന, അല്ലെങ്കിൽ എ മൈന ആൻഡ് എ ക്രോ വെയർ ഓൾസോ ഇൻവോൾവ് ഇൻ ദി ഫൈറ്റ്. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? അറ്റ് ദി എൻഡ് ഓഫ് ദി ഫൈറ്റ് ദ കോബ്ര ആൻഡ് ദ ക്രോ ഡൈ. അപ്പൊ ആരൊക്കെയാണ് ഫൈറ്റിൽ മരിച്ചുപോയത്? ആരൊക്കെയാണ്? കോബ്രയും മരിച്ചുപോയി, രാജവമ്പാലയും മരിച്ചുപോയി, കാക്കയും മരിച്ചുപോയി. ഓക്കെ.
അല്ലെങ്കിൽ ചത്തുപോയി. ഓക്കെ, കോബ്ര ഡൈസ് ബിക്കോസ് ഓഫ് ദ ബൈറ്റ്സ് ബൈ ദി മംഗൂസ്. കോബ്ര എങ്ങനെയാ മരിച്ചത്? കീരിയുടെ കടി കൊണ്ട് മരിച്ചു, ചത്തുപോയി. ഓക്കെ, ആൻഡ് ദ ക്രോ ഡൈസ് as it struck by the cobra. കാക്ക എങ്ങനെയാണ് ചത്തത്? ആ പാമ്പിന്റെ കൊത്തേറ്റാണ് മരിച്ചത്. ഓക്കെ, സോ മനസ്സിലായല്ലോ. ആ സംഭവമായിരുന്നു അവന്റെ സമ്മറിനെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറ്റിയത്. ക്വസ്റ്റ്യൻ നമ്പർ 7. ഹൗ ഡിഡ് ദ കോബ്ര റിഗാർഡഡ് ഹിസ് ഒപ്പണന്റ്? വെയർ ദേ ട്രൂ വാരിയേഴ്സ്? അപ്പൊ ഇവിടുത്തെ ചോദ്യം ഇങ്ങനെയാണ്, ഹൗ ഡിഡ് ദ കോബ്ര റിഗാർഡ് ഹിസ് ഒപ്പണന്റ്? അപ്പം പാമ്പ് കീരിയെ എങ്ങനെയാണ് വിലയിരുത്തിയത്? റിഗാർഡഡ് എന്ന് പറഞ്ഞാൽ വിലയിരുത്തി, അല്ലെങ്കിൽ എങ്ങനെയാണ് കണ്ടത് എന്നൊക്കെ നമുക്ക് ചോദിക്കാം. വെയർ ദേ ട്രൂ വാരിയേഴ്സ്? അവർ യഥാർത്ഥ പോരാളികളായിരുന്നോ? ഓക്കെ, അപ്പൊ നമ്മൾ എന്താ കഥയിൽ പഠിച്ചിരുന്നത് എന്തായിരുന്നു? നമുക്കത് ആൻസർ വായിച്ച് മനസ്സിലാക്കാം. ദ കോബ്ര റിഗാർഡഡ് ഹിസ് ഒപ്പോണന്റ് ആസ് എ സൂപ്പർബ് ഫൈറ്റർ, ക്ലെവർ ആൻഡ് അഗ്രസീവ്. അപ്പം കോബ്ര മംഗൂസിനെ എങ്ങനെയാണ് കണ്ടത്? കോബ്ര റിഗാർഡഡ് ഹിസ് ഒപ്പണന്റ്, അവന്റെ എതിരാളിയായ മംഗൂസിനെ എങ്ങനെ കണ്ടു? ആസ് എ സൂപ്പർബ് ഫൈറ്റർ, അവൻ നല്ലൊരു പോരാളിയായിട്ട് കണ്ടു. ക്ലെവർ, ബുദ്ധിമാനായിരുന്നു. ആൻഡ് അഗ്രസീവ്, അഗ്രസീവ് എന്ന് പറഞ്ഞാൽ ആക്രമണ ഉത്സാഹതയുള്ള, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഉശിരുള്ളവനായിരുന്നു അവൻ. ഓക്കെ, ദേ വെയർ ട്രൂ വാരിയേഴ്സ്, അവർ ആരായിരുന്നു? അവർ യഥാർത്ഥ പോരാളികളായിരുന്നു. ദേ വെയർ ട്രൂ വാരിയേഴ്സ് ആസ് ദേ ഫോട്ട് വാലിയന്റ്ലി ടു ഡെത്ത്. അപ്പൊ അവർ മരണം വരെ അവർ തമ്മിൽ എന്ത് ചെയ്തു? അടിപിടി ഉണ്ടാക്കി. അപ്പം കോബ്രയുടെ മരണം വരെ എന്ത് ചെയ്തു? അവർ വാലിയന്റ് ആയിട്ട്, ധൈര്യപൂർവ്വം അവർ തമ്മിൽ എന്ത് ചെയ്തു? ഫൈറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ അവരെന്തായിരുന്നു? ട്രൂ വാരിയേഴ്സും ആയിരുന്നു. ഓക്കെ, 8ാമത്തെ ചോദ്യം. ഹൗ ഡിഡ് ദ മംഗൂസ് മാനേജ് ടു എസ്കേപ്പ് ഫ്രം ദ സ്നേക്സ് ബൈറ്റ്? കീരി എങ്ങനെയാണ് പാമ്പിന്റെ കടിയിൽ നിന്നും രക്ഷ നേടിയിരുന്നത്? ഓക്കെ, അപ്പം അവസാനം നമ്മൾ പഠിച്ചു, അടിപിടിയിൽ, ഫൈറ്റിൽ ആരാണ് ചത്തുപോയത്? ആരാണ്? കോബ്രയാണ്. സോ എങ്ങനെയാണ് കീരി കോബ്രയുടെ കടിയിൽ നിന്നും രക്ഷപ്പെട്ടത്? ദ മംഗൂസ് ബഷ്ഡ് ഹിസ് ടെയിൽ, ദ ലോങ് ഹെയർ ഓൺ ഹിസ് സ്പൈൻ സ്റ്റുഡ് അപ്പ്. അപ്പൊ കീരി എന്ത് ചെയ്തു? അവന്റെ വാൽ ഇങ്ങനെ അങ്ങ് വിടർത്തി. അപ്പൊ ബുഷ്ഡ് ഹിസ് ടെയിൽ, അവന്റെ വാല് വിടർത്തി. ദ ലോങ് ഹെയർ ഓൺ ദ സ്പൈൻ സ്റ്റുഡ് അപ്പ്, അവന്റെ നട്ടലിലുള്ള രോമങ്ങളെല്ലാം എഴുന്നേറ്റ് നിന്നു. ഓക്കെ, ദ വെരി തിക്നെസ് ഓഫ് ഹിസ് ഹെയർ, അപ്പൊ അവന്റെ രോമങ്ങൾക്കെല്ലാം ഭയങ്കര കട്ടിയായിരുന്നു. ഓക്കെ, അപ്പൊ അവന്റെ രോമത്തിനെല്ലാം ഭയങ്കര കട്ടിയാണ്. സോ ദ വെരി തിക്നെസ് ഓഫ് ഹിസ് ഹെയർ സെർവ്ഡ് ഹിം ഫ്രം ദ ബൈറ്റ്സ് ഓഫ് ദ സ്നേക്ക്. അപ്പം അവന്റെ നട്ടലിലും അവന്റെ വാലയിലും ഒക്കെയുള്ള രോമങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നു. അത് ഭയങ്കര തിക്കായിരുന്നു. സോ രോമത്തെ കടിക്കുന്നതുകൊണ്ട് അവന് കടി ഏൽക്കുന്നില്ലായിരുന്നു. പറഞ്ഞു മനസ്സിലായി? അങ്ങനെയാണ് അവൻ ബൈറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത്. മംഗൂസ് ബഷ്ഡ് ഹിസ് ടെയിൽ, അവന്റെ വാലും അവന്റെ രോമങ്ങളെല്ലാം അവൻ എന്ത് വിടർത്തി. ദ ലോങ് ഹെയർ ഓൺ ഹിസ് സ്പൈൻ സ്റ്റുഡ് അപ്പ്, ദ വെരി തിക്നെസ് ഓഫ് ഹിസ് ഹെയർ സേവ്ഡ് ഹിം ഫ്രം ദ ബൈറ്റ്സ് ഓഫ് ദി സ്നേക്ക്. ഓക്കെ, 9ാമത്തെ ചോദ്യം. ദ കോബ്ര വാസ് എ ഗുഡ് ഫൈറ്റർ. കോബ്ര നല്ലൊരു പോരാളിയായിരുന്നു. പിക്ക് ഔട്ട് വൺ ഓഫ് ഹിസ് ഫൈറ്റിംഗ് ടെക്നിക്. ഓക്കെ, അപ്പൊ അവന്റെ ഒരു, ഇപ്പൊ നമ്മൾ കഥയ്ക്ക് പഠിച്ചായിരുന്നു, അവനൊരു പ്രത്യേക ടെക്നിക്ക് അവൻ ആക്രമണത്തിൽ, ആ കീരിയുമായിട്ട് ആക്രമിക്കാൻ ഒരു തന്ത്രം അവൻ മെനഞ്ഞു. അതൊന്ന് പറയാമോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ദ കോബ്ര സ്റ്റുഡ് ഓൺ ദ ഡിഫെൻസീവ്. അപ്പം കോബ്ര ഇങ്ങനെ പ്രതിരോധമായിട്ട് നിന്നു. സ്റ്റുഡ് ഓൺ ദി ഡിഫെൻസീവ്, സ്വേയിങ് സ്ലോലി ഫ്രം സൈഡ് ടു സൈഡ്. അപ്പൊ അവന്റെ പത്തി അവൻ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് ഇങ്ങനെ പതിയെ ആട്ടിക്കൊണ്ടിരുന്നു. ട്രൈയിങ് ടു മെസ്മറൈസ് ദ മംഗൂസ് ഇൻ ടു മേക്കിംഗ് എ ഫോൾസ് മൂവ്. അപ്പൊ അവന്റെ പത്തിയിൽ എന്തുകൊണ്ട്? ഒരു ഐ ഉണ്ട്, ഒരു സ്പെക്ടക്കിൾ ഉള്ള ഒരു ഐയുടെ ഷേപ്പിലുള്ള ഒരു രൂപം അവന്റെ പത്തിക്കകത്തുണ്ട്. സോ അത് ഉപയോഗിച്ചുകൊണ്ട് കീരിയെ മയക്കുവാൻ അവൻ ശ്രമിച്ചു. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സ്വേയിങ് സ്ലോലി ഫ്രം സൈഡ് ടു സൈഡ്, അവൻ ഇങ്ങനെ സൈഡിൽ നിന്ന് സൈഡിലേക്ക് ആടി. ട്രൈയിങ് ടു മെസ്മറൈസ് ദ മംഗൂസ് ഇൻ ടു മേക്കിംഗ് എ ഫോൾസ് മൂവ്, ഒരു തെറ്റായ നീക്കം നടത്താൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്തു? ഇങ്ങനെ ആടിക്കൊണ്ടിരുന്നു. His great hood came down so swiftly that the boy thought the mongoose would be killed. അപ്പം അവന്റെ വലിയ പത്തി എന്ത് ചെയ്തു? ഇങ്ങനെ ആടിക്കൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് താഴേക്ക് വന്നിട്ട് കുട്ടി വിചാരിച്ചു എന്താണ്? കീരി പോയിരിക്കുമെന്ന്. മനസ്സിലായി? അപ്പൊ അതായത് അവൻ അത്രയ്ക്ക് ഇങ്ങനെ ആടി നിന്നിട്ട് ഒറ്റ കൊത്ത്, അതായിരുന്നു അവന്റെ ടെക്നിക്ക്. അപ്പം കുട്ടി വിചാരിച്ചു ആ കൊത്തിന് കീരി ചത്തുപോയെന്ന്. അപ്പൊ അത്രയ്ക്ക് ശക്തമായിട്ട് അവൻ എന്ത് ചെയ്തു? കൊത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കോബ്ര stood on the defensive, swaying slowly from side to side, trying to mesmerize the mongoose into making a false move. His great hood came down so swiftly that the boy thought the mongoose would be killed. Okay. 10ാമത്തെ ചോദ്യം. The mongoose proved that he was clever. അപ്പം കീരി എന്ത് ചെയ്തു? ബുദ്ധിമാനാണെന്ന് തെളിയിച്ചു. Can you cite
എനി ഇൻസ്റ്റൻസ് ഓഫ് ഹിസ് ക്ലവർനെസ്. അപ്പോൾ അവൻ ബുദ്ധിമാനായിരുന്നതിന്റെ ഒരു തെളിവ് നിങ്ങൾക്ക് പറയാമോ എന്നാണ് ഇവിടുത്തെ ചോദ്യം. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. വെൻ ദ കോബ്ര സ്ട്രക്ക്, അപ്പം പാമ്പ് കൊത്താൻ ശ്രമിച്ചപ്പോൾ ദ മംഗൂസ് ജംപ്ഡ് നീറ്റ്ലി ടു വൺ സൈഡ് ആൻഡ് ഡാർട്ടഡ് ഇൻ സ്വിഫ്റ്റ്ലി ബൈറ്റിംഗ് ദ സ്നേക്ക് ഓൺ ദി ബാക്ക്. ഓക്കെ, പാമ്പ് കൊത്തിയപ്പോൾ ദ മംഗൂസ് ജംപ്ഡ് നീറ്റ്ലി ടു വൺ സൈഡ്. അവൻ പാമ്പ് ഒരു വശത്തേക്ക് കൊത്താൻ വരുമ്പോൾ അവൻ മറുവശത്തേക്ക് ജമ്പ് ചെയ്തു. ഓക്കെ, ആൻഡ് ഡാർട്ടഡ് ഇൻ സ്വിഫ്റ്റ്ലി ബൈറ്റിംഗ് ദ സ്നേക്ക് ഓൺ ദ ബാക്ക്. എന്നിട്ട് മിന്നൽ വേഗത്തിൽ, ഡാർട്ടഡ് ഇൻ എന്ന് പറഞ്ഞാൽ മിന്നൽ വേഗത്തിൽ, ഡാർട്ടഡ് ഇൻ സ്വിഫ്റ്റ്ലി ബൈറ്റിംഗ് ദ സ്നേക്ക് ഓൺ ദ ബാക്ക്. അപ്പം പാമ്പ് കൊത്താൻ വരുമ്പോൾ മറുവശത്തേക്ക് ചാടി പാമ്പിന്റെ പിറകു വശത്ത് അവൻ കടിക്കാൻ ശ്രമിച്ചു. മനസ്സിലായോ? ദെൻ ഹി ഡാർട്ടഡ് എവേ ഫ്രം ദ സ്നേക്ക് ഔട്ട് ഓഫ് ഹിസ് റീച്ച്. അപ്പൊ ആ കടി കൊടുത്തതിന് ശേഷം അവൻ എന്ത് ചെയ്തു? മിന്നൽ വേഗത്തിൽ, അതേ വേഗത്തിൽ അവൻ എന്ത് ചെയ്തു? പാമ്പിൽ നിന്നും ദൂരെ മാറി നിന്നു. മനസ്സിലായോ? അപ്പൊ അവനൊരു ബുദ്ധിമാനാണ്. പാമ്പിന് കടി കൊടുക്കും, ആ കടി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചു നേരത്തേക്ക് അവൻ മാറി നിൽക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത് അവനൊരു ബുദ്ധിമാനാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. When the cobra struck, the mongoose jumped neatly to one side and darted in, swiftly biting the snake on the back. Then he darted away from the snake out of his reach. Okay. 11ാമത്തെ ചോദ്യം. What were the reactions of the spectators when the cobra struck? അപ്പം പാമ്പ് ഇങ്ങനെ കൊത്തുമ്പോൾ, പാമ്പ് കീരിയെ കൊത്താൻ ശ്രമിക്കുമ്പോൾ സ്പെക്ടേറ്റേഴ്സ്, കാഴ്ചക്കാര്, ആരൊക്കെയായിരുന്നു കാഴ്ചക്കാര്? എ മൈന ആൻഡ് എ ക്രോ. അപ്പൊ അവരുടെ റിയാക്ഷൻസ് എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ അവരെന്തു ചെയ്യുകയായിരുന്നു എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, വെൻ ദ കോബ്ര സ്ട്രക്ക്, പാമ്പ് കൊത്തിയപ്പോൾ ദ സ്പെക്ടേറ്റേഴ്സ് കാഴ്ചക്കാർ ആരൊക്കെയായിരുന്നു? ദ ക്രോ ആൻഡ് ദ മൈന ഹേൾഡ് ദംസെൽവ്സ് അറ്റ് ഹിം. അവരെന്ത് ചെയ്തു? പറന്ന് ആ പാമ്പിനെ കൊത്താൻ വേണ്ടി പറന്നു ചെന്നു. ബട്ട് ദേ കൊളൈഡ് ഇൻ ദ മിഡ് എയർ ആൻഡ് റിട്ടേൺ ടു ദ കാക്ടസ് മേക്കിംഗ് ആംഗ്രി നോയ്സ് അറ്റ് ഈച്ച് അതർ. അപ്പൊ അവർ പാമ്പിനെ കൊത്താൻ വേണ്ടി ഇങ്ങനെ പറന്ന് അന്തരീക്ഷത്തിലേക്ക് പറക്കും, പക്ഷേ മൈനയും ക്രോയും തമ്മിൽ കൂട്ടിയിടിച്ചിട്ട് തിരിച്ച് കാക്ടസിലേക്ക് തന്നെ തിരിച്ചു വന്നു. അതാണ് അവിടെ സംഭവിച്ചത്. ആക്ച്വലി പാമ്പ് കൊത്താൻ ശ്രമിക്കുമ്പോൾ അവനെ കൊത്താൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരുടെ അന്തരീക്ഷത്തിലേക്ക് പറക്കും, എന്നിട്ട് മൈനയും ക്രോയും തമ്മിൽ കൊളൈഡ് ചെയ്ത് തിരിച്ച് അവരിരുന്ന കാക്ടസിലേക്ക് തന്നെ തിരിച്ചു വന്നു. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. വെൻ ദ കോബ്ര സ്ട്രക്ക് ദ സ്പെക്ടേറ്റേഴ്സ് ആരൊക്കെയാണ്? ദ ക്രോ ആൻഡ് ദ മൈന ഹേൾഡ്, അവർ പറക്കും, ശക്തിയായിട്ട് ഇങ്ങനെ പറന്നിട്ട് themselves at him, അവന്റെ അടുത്തേക്ക് ഇങ്ങനെ പറന്നു ചെല്ലാൻ ശ്രമിച്ചു. ബട്ട് ദേ കൊളൈഡ് ഇൻ മിഡ് എയർ ആൻഡ് റിട്ടേൺ ടു ദ കാക്ടസ് മേക്കിംഗ് ആംഗ്രി നോയ്സസ് അറ്റ് ഈച്ച് അതർ. ഓക്കെ, 12ാമത്തെ ചോദ്യം. ഹൗ ഡിഡ് ദ ക്രോ പുഷ് ഇറ്റ് സെൽഫ് ഇൻ ടു ട്രബിൾ? കാക്ക എങ്ങനെയാണ് അപകടത്തിലേക്ക് ചെന്ന് ചാടിയത്, അല്ലെങ്കിൽ പ്രശ്നത്തിലേക്ക് ചെന്ന് ചാടിയത്? ഓക്കെ, അത് നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, അപ്പൊ ആൻസർ നോക്കാം. ദ മൈന ആൻഡ് ദ ക്രോ ഡൈവ്ഡ് അറ്റ് ദ കോബ്ര. അപ്പൊ മൈനയും കാക്കയും എന്ത് ചെയ്തു? കോബ്രയ്ക്ക് നേരെ പറന്നെടുക്കുമായിരുന്നു. ബട്ട് ദേ മിസ്ഡ് ഹിം, അവരെന്ത് ചെയ്തു? തമ്മില് അവനെ മിസ് ചെയ്തു, അതായത് അവനെ കൊത്താൻ പറ്റിയില്ല. ദ മൈന ഫ്ലൂ ബാക്ക് ടു സേഫ്റ്റി, മൈന എന്ത് ചെയ്തു? തിരിച്ച് കാക്ടസിലേക്ക് തിരിച്ചുപോയി. ബട്ട് ദ ക്രോ ട്രൈഡ് ടു പുൾ അപ്പ് ഇൻ ദ മിഡ് എയർ ആൻഡ് ടേൺ ബാക്ക്. പക്ഷേ കാക്കയ്ക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ല. അപ്പൊ അവൻ തിരിച്ചു പോകാൻ വേണ്ടി അന്തരീക്ഷത്തിൽ ഇങ്ങനെ ചിറകിട്ടടിച്ചു. ഓക്കെ, ഇൻ ദ സെക്കൻഡ് ദാറ്റ് ഇറ്റ് ടുക്ക് ഹിം ടു ഡു ദിസ്, അപ്പൊ അവൻ അത് ചെയ്യാൻ വേണ്ടി എടുത്ത ആ ഒരു സെക്കൻഡിൽ ദ കോബ്ര സ്ട്രക്ക് ഹിം വിത്ത് ഗ്രേറ്റ് ഫോഴ്സ് ആൻഡ് ഇറ്റ് പ്രൂവ്ഡ് ഫാറ്റൽ ഫോർ ദി ക്രോ. അപ്പൊ അവൻ എന്ത് ചെയ്തു? ആ അന്തരീക്ഷത്തിൽ ഇങ്ങനെ തിരിച്ച് കാക്ടസിലേക്ക് പറന്നു പോകാൻ എടുത്ത ആ സമയത്തിനുള്ളിൽ പാമ്പ് തിരിഞ്ഞ് അവനെ കൊത്തി. മനസ്സിലായോ? ഭയങ്കര ശക്തിയോട് അവനെ കൊത്തി. അങ്ങനെ അവന് അപകടകരമായ നിലയിൽ ചത്തുപോയി. മനസ്സിലായോ? സോ അപ്പം അവർ തമ്മിൽ പാമ്പിനെ കൊത്താൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ മിസ് ചെയ്തു. തിരിച്ചു പോകുന്ന സമയം എടുത്തപ്പോൾ മൈന ആദ്യമേ പോയി, പക്ഷെ കാക്കയ്ക്ക് ഒരു സെക്കൻഡ് എടുത്തു. ആ സെക്കൻഡിൽ പാമ്പ് അവനെ കൊത്തി. ഓക്കെ, ദ മൈന ആൻഡ് ദ ക്രോ ഡൈവ്ഡ് അറ്റ് ദ കോബ്ര ബട്ട് ദേ മിസ്ഡ് ഹിം. ദ മൈന ഫ്ലൂ ബാക്ക് ടു സേഫ്റ്റി ബട്ട് ദ ക്രോ ട്രൈഡ് ടു പുൾ അപ്പ് ഇൻ ദ മിഡ് എയർ ആൻഡ് ചെയിൻ ബാക്ക്. ഇൻ ദ സെക്കൻഡ് ദാറ്റ് ഇറ്റ് ടുക്ക് ഹിം ടു ഡു ദിസ്, അത് ചെയ്യാനെടുത്ത ആ സെക്കൻഡിൽ ദ കോബ്ര സ്ട്രക്ക് ഹിം വിത്ത് ഗ്രേറ്റ് ഫോഴ്സ്, കോബ്ര അവനെ പൂർണ്ണ ശക്തിയോടെ കൊത്തി. ആൻഡ് ഇറ്റ് പ്രൂവ്ഡ് ഫാറ്റൽ ഫോർ ദ ക്രോ, അത് കാക്കയ്ക്ക് ഭയങ്കര അപകടകരമായി തീർന്നു. 13ാമത്തെ ചോദ്യം. വൈ ഈസ് ദ മൈന സെഡ് ടു ബി വൈസ്? അപ്പം കുട്ടി പറയുന്നുണ്ട് മൈന ഒരു ബുദ്ധിമാനാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? വെൻ ദ മൈന സോ ഇറ്റ് മിസ്ഡ് ദ കോബ്ര വെൻ ഇറ്റ് ഡൈവ്ഡ് അറ്റ് ഇറ്റ്, ഇറ്റ് ഫ്ലൂ അവേ ഇൻ ടു സേഫ്റ്റി ആൻഡ് പെർച്ച്ഡ് ഓൺ ദി കാക്ടസ്. അപ്പം മൈന പാമ്പിന് നേരെ ചാടി, പക്ഷെ അവനെ കിട്ടിയില്ല. അപ്പൊ അവൻ എന്ത് ചെയ്തു? അത് മനസ്സിലാക്കിയപ്പോൾ when the myna saw it missed the cobra, അവൻ കോബ്രയെ മിസ് ചെയ്തു എന്ന് മനസ്സിലാക്കിയപ്പോൾ
വെൻ ഇറ്റ് ഡൈവ്ഡ് അറ്റ് ഇറ്റ്, അപ്പോൾ അവൻ്റെ മുമ്പിലേക്ക് ചാടി അവനെ മിസ് ചെയ്തെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇറ്റ് ഫ്ലൂ എവേ ഇൻ ടു ദ സേഫ്റ്റി, അവൻ എന്ത് ചെയ്തു, അവൻ സുരക്ഷിതമായ സ്ഥലത്തേക്ക് പറന്നുപോയി. ആൻഡ് പേർച്ച്ഡ് ഓൺ ടു ദി കാക്ടസ്, അതായത് കാക്ടസിന്റെ ബ്രാഞ്ചസിലേക്ക് ചെന്നവൻ ഇരുന്നു. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് സെഡ് ടു ബി വൈസ്, അതായത് അവന്റെ കടി കേൾക്കാതെ അവൻ എന്ത് ചെയ്തു, അവന്റെ നേരെ ചാടി, കൊത്ത് കിട്ടിയില്ല, അവനെ ആക്രമിക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞപ്പോൾ അവൻ തിരിച്ച് സേഫ്റ്റിയിലേക്ക് വന്നു. ഓക്കെ, അതുകൊണ്ടാണ് അവൻ ബുദ്ധിമാനാണെന്ന് പറഞ്ഞത്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് സെഡ് ടു ബി വൈസ് ബട്ട് ദ ഫൂളിഷ് ക്രോ ഗോട്ട് കിൽഡ്. പക്ഷേ മണ്ടനായ കാക്ക എന്തു ചെയ്തു, അവൻ പെട്ടെന്ന് തിരിഞ്ഞു വരാൻ പറ്റിയില്ല, അങ്ങനെ അവന് പാമ്പിന്റെ കൊത്തയിട്ടു. സോ മരണത്തിൽ അവൻ പാമ്പിന്റെ കൊത്ത ഏൽക്കാതെ തിരിച്ച് സേഫ്റ്റിയിലേക്ക് വന്നത് കൊണ്ടാണ് മൈനയെ നമ്മൾ എന്ത് ചെയ്തു, വൈസ് എന്ന് പറയുന്നത്. സോ നമ്മൾ അതങ്ങനെ പറയും, when the myna saw it missed the cobra when it dived at it, അതായത് അവന്റെ നേരെ ചാടി അവനെ മിസ് ചെയ്തപ്പോൾ it flew away into safety and perched on the cactus. That is why it is said to be wise. അതുകൊണ്ടാണ് ഒരു ബുദ്ധിമാൻ എന്ന് പറയുന്നത്. But the foolish crow got killed. Okay. 14ാമത്തെ ചോദ്യം, who won the battle? What made the myna peer into the bushes? ആരാണ് യുദ്ധം ജയിച്ചത്, അല്ലെങ്കിൽ ആരാണ് ആ ഫൈറ്റ് ജയിച്ചത്? വാട്ട് മെയ്ഡ് ദ മൈന പിയർ ഇൻ ടു ദ ബുഷസ്, എന്തുകൊണ്ടാണ് മൈന ആ കാടിന്റെ ഇടയിലേക്ക് ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയത്, അല്ലെങ്കിൽ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നത് എന്തിനാണ്? ദ ബാറ്റിൽ വാസ് വോൺ ബൈ ദ മംഗൂസ്. അപ്പം നമ്മൾ കഥയിൽ വായിച്ചായിരുന്നു, കീരി അവസാനം യുദ്ധത്തിൽ ജയിച്ചു. അവൻ ഇങ്ങനെ തന്ത്രപരമായിട്ട് പാമ്പിനെ കൊത്തി അവൻ പാമ്പിനെ കൊന്നു. ഓക്കെ, സോ അങ്ങനെ അവൻ ആ ബാറ്റിൽ ജയിച്ചു. ദ ബാറ്റിൽ വാസ് വോൺ ബൈ ദി മംഗൂസ്. ദ മൈന പിയർഡ് ഇൻ ടു ദ ബുഷസ് ടു സീ കാണാൻ വേണ്ടിയിട്ടാണ് അവൻ ബുഷസിലേക്ക് നോക്കിയത്. എന്ത് കാണാൻ? ഇഫ് ദ കോബ്ര വാസ് റിയലി ഡെഡ്, കോബ്ര ചത്തുപോയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, മൈന ബുഷസിലേക്ക് നോക്കിയത്. അത് നമ്മളെങ്ങനെ പറയും? ദ മൈന പിയേർഡ് ഇൻ ടു ദ ബുഷസ് ടു സീ ഇഫ് ദ കോബ്ര വാസ് റിയലി ഡെഡ്. ഇപ്പം യഥാർത്ഥത്തിൽ കോബ്ര ചത്തോ എന്ന് നോക്കി, അതിനുശേഷം എന്ത് ചെയ്തു, സോ ദാറ്റ് ഇറ്റ് കുഡ് കൺഗ്രാറ്റുലേറ്റ് ദ മംഗൂസ്. അപ്പൊ അതിനുശേഷം അവൻ എന്ത് ചെയ്തു, ആ മംഗൂസിനെ, കീരിയെ എന്ത് ചെയ്തു, അഭിനന്ദിക്കുന്ന ഒരു സൗണ്ട് ഉണ്ടാക്കി പറന്നുപോയി. ഓക്കെ, മനസ്സിലായോ? 15ാമത്തെ ചോദ്യം, വാട്ട് പ്രിവെന്റഡ് ദ ഗ്രാൻഡ് ഫാദർ ഫ്രം ടേമിംഗ് ഇൻ ദ മംഗൂസ്? അപ്പോൾ കീരിയെ ഇണക്കി വളർത്തുന്നതിൽ നിന്നും അപ്പൂപ്പനെ തടഞ്ഞ കാര്യം എന്താണ്? ഓക്കെ, വാട്ട് പ്രിവെന്റഡ് ദ ഗ്രാൻഡ് ഫാദർ ഫ്രം ടേമിംഗ് ദ മംഗൂസ്? ടേമിംഗ് എന്ന് പറഞ്ഞാൽ ഇണക്കി വളർത്തുക അല്ലെങ്കിൽ ഫ്രണ്ട് ആക്കുക, അങ്ങനെയുള്ള വളർത്താതിരുന്നത് എന്തുകൊണ്ടാണ്, അതാണ് നമ്മൾ നോക്കുന്നത്. ഗ്രാൻഡ് ഫാദർ ന്യൂ ദാറ്റ്, ഗ്രാൻഡ് ഫാദറിന് അറിയാമായിരുന്നു, ദാറ്റ് എ വൈൽഡ് മംഗൂസ് വാസ് മോർ യൂസ്ഫുൾ ദാൻ എ ടേംഡ് വൺ. അപ്പം വീട്ടിൽ വളർത്തുന്ന കീരിയെക്കാട്ടിലും ഒരു കാട്ടിലുള്ള കീരിയാണ് ഉപകാരപ്രദം. അതായത് പാമ്പിനെയൊക്കെ പിടിക്കാൻ ഏറ്റവും ഉപകാരപ്രദം കാട്ടിലുള്ള കീരിയാണ്. അപ്പോൾ അതിനെ വളർത്തി കഴിഞ്ഞാൽ അത് അത്രത്തോളം എന്ത് ചെയ്യത്തില്ല, പാമ്പുകളെ ഒന്നും പിടിക്കണം എന്നില്ല. അതുകൊണ്ടാണ് ദിസ് നോളജ് പ്രിവെന്റഡ് ഹിം ഫ്രം ടേമിങ് ഇറ്റ്. അപ്പം ഈ ഒരു അറിവ് ആ കീരിയെ വീട്ടിൽ വളർത്തുന്നതിൽ നിന്നും അപ്പൂപ്പനെ എന്ത് ചെയ്തു, തടഞ്ഞു. വൈ വുഡ് ഗ്രാൻഡ് മദർ ഫൊർഗീവ് ദ മംഗൂസ് ഫോർ സ്റ്റീലിംഗ് ദ എഗ്സ്? അപ്പം കോഴിക്കൂട്ടിൽ നിന്നും കീരി മുട്ടയെടുക്കുമായിരുന്നു. പക്ഷേ അമ്മൂമ്മ അത് കീരിയോട് ദേഷ്യമൊന്നുമില്ല, കീരിയോട് ക്ഷമിച്ചു. എന്തുകൊണ്ടാണ്? ഗ്രാൻഡ് മദർ ഫൊർഗേവ് ദ മംഗൂസ് ഫോർ സ്റ്റീലിംഗ് ദ എഗ്സ് ബിക്കോസ് ഇറ്റ് കെപ്റ്റ് ദ ഗാർഡൻ ക്ലിയർ ഓഫ് സ്നേക്സ്. അപ്പോൾ അതെന്ത് ചെയ്തിരുന്നു? ഇറ്റ് കെപ്റ്റ് ദ ഗാർഡൻ ക്ലിയർ ഓഫ് സ്നേക്സ്. എല്ലാ പാമ്പിൽ നിന്നും ഗാർഡനെ സൂക്ഷിച്ചിരുന്നത് ആരാണ്? മംഗൂസ് ആണ്. അതുകൊണ്ട് അമ്മൂമ്മ എന്ത് ചെയ്തു? മുട്ടയെടുത്താലും ക്ഷമിച്ചു. ഓക്കെ, ആൻഡ് ഇറ്റ് ഡിഡ് നോട്ട് ഡു എനി ഹാം ടു ദ ചിക്കൻ. അതായത് കോഴിക്കൂട്ടിൽ നിന്ന് മുട്ടയെടുക്കുമെങ്കിലും ഒരു കോഴിയെ പോലും അവൻ എന്ത് ചെയ്യത്തില്ല, ആക്രമിക്കുക ഇല്ലായിരുന്നു. ഓക്കെ, സോ നമ്മളതങ്ങനെ പറയും, ഗ്രാൻഡ് മദർ ഫൊർഗേവ് ദ മംഗൂസ് ഫോർ സ്റ്റീലിംഗ് ദി എഗ് ബിക്കോസ് ഇറ്റ് കെപ്റ്റ് ദ ഗാർഡൻ ക്ലിയർ ഓഫ് സ്നേക്സ് ആൻഡ് ഇറ്റ് ഡിഡ് നോട്ട് ഡു എനി ഹാം ടു ദി ചിക്കൻ. മനസ്സിലായോ? 17ാമത്തെ ചോദ്യം, ഹു വാസ് ദ ന്യൂ ഫ്രണ്ട് ഓഫ് ദ സ്ക്വിറൽ? ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞായിരുന്നു ബോയിയുടെ പുതിയ ഫ്രണ്ട് ആയിരുന്നു സ്ക്വിറൽ എന്ന് പറയുന്നത്. പക്ഷെ സ്ക്വിറലിന് പുതിയൊരു ഫ്രണ്ടിനെ കിട്ടി. ആരായിരുന്നു അത്? ഓക്കെ, അത് നമ്മൾ കഥയിൽ വായിച്ചായിരുന്നു അല്ലെ. ദ ന്യൂ ഫ്രണ്ട് ഓഫ് ദ സ്ക്വിറൽ വാസ് എ വൈറ്റ് റാറ്റ്. അപ്പം അണ്ണാന്റെ പുതിയ ഫ്രണ്ട് ആരായിരുന്നു? ഒരു വെള്ള എലിയായിരുന്നു. ദാറ്റ് ഗ്രാൻഡ് ഫാദർ ഹാഡ് ബോട്ട് ഫ്രം ദ ബാസാർ. അത് എവിടെ നിന്നാണ് വാങ്ങിച്ചത്? ആ വെള്ള എലി ദാറ്റ് ഗ്രാൻഡ് ഫാദർ ഹാഡ് ബോട്ട് ഫ്രം ദ ബാസാർ, ചന്തയിൽ നിന്നും വാങ്ങിച്ചുകൊണ്ട് വന്ന വെള്ള എലിയായിരുന്നു അണ്ണാന്റെ പുതിയ ഫ്രണ്ട്. ദേ എൻജോയ്ഡ് ദെയർ ഫ്രണ്ട്ഷിപ്പ് ബൈ ഗോയിങ് ഓഫ് ടുഗദർ ഓൺ എക്സ്കർഷൻസ് എമംഗ് ദ ബ്രാഞ്ചസ്. അപ്പോൾ അവരുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് എൻജോയ് ചെയ്തിരുന്നത്? ആ മരത്തിന്റെ ശിഖരങ്ങളിലെല്ലാം അവർ തമ്മിൽ ഇങ്ങനെ ഓടിച്ചാടി നടക്കുമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ വിനോദയാത്ര പോലെയൊക്കെ ഇങ്ങനെ ചാടി നടക്കുമായിരുന്നു. ഫൈനലി ദ സ്ക്വിറൽ ആൻഡ് ദ വൈറ്റ് റാറ്റ് മേറ്റഡ് ആൻഡ് ഹാഡ് ബേബീസ്. അപ്പോൾ അവർ തമ്മിൽ അവസാനം എന്തായി? കൂട്ടായി, അവർക്ക് കുട്ടികൾ ഉണ്ടായി. മനസ്സിലായോ? ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 18.
ഹൗ ഡിഡ് ദ ബോയ് കം ടു നോ ദാറ്റ് ദ സ്ക്വിറിൽ വാസ് ബിൽഡിംഗ് എ നെസ്റ്റ്? അപ്പൊ എങ്ങനെയാണ് ആ കുട്ടിക്ക് മനസ്സിലായത് അണ്ണാൻ ഒരു കൂടുണ്ടാക്കുന്നത് എന്ന് എങ്ങനെയാണ് മനസ്സിലായത്? Okay, the boy came to know that the squirrel was building a nest when he discovered straw and grass falling out of his pockets. അപ്പൊ ആദ്യമായിട്ട് അവൻ മനസ്സിലാക്കിയത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് പുല്ലും വൈക്കോലും ഒക്കെ താഴെ വീഴുന്നത് അവൻ ശ്രദ്ധിച്ചായിരുന്നു. Okay, the boy came to know that അവൻ മനസ്സിലാക്കി that the squirrel was building a nest ഒരു കൂടുണ്ടാക്കുന്നു. When എപ്പോൾ when he discovered അവൻ കണ്ടെത്തിയപ്പോൾ എന്ത് കണ്ടെത്തി? സ്ട്രൂ ആൻഡ് ഗ്രാസ് ഫാളിംഗ് ഔട്ട് ഓഫ് ഹിസ് പോക്കറ്റ്. അവന്റെ പോക്കറ്റിൽ നിന്ന് പുല്ലും വൈക്കോലും താഴെ വീഴുന്നത് കണ്ടപ്പോൾ അവന് മനസ്സിലായി അണ്ണാൻ ഒരു കൂടുണ്ടാക്കുന്നുണ്ട്. ലേറ്റർ ഹീ സോ ദ നിറ്റിംഗ് ഓഫ് ഹിസ് ഗ്രാൻഡ് മദർ ഇൻ ദ നെസ്റ്റ് ഓൺ ദ ട്രീ. അപ്പൊ അതെന്ത് ചെയ്തു? അമ്മൂമ്മ തയ്ച്ചുകൊണ്ടിരുന്ന ആ ഫ്രെയിമും തുണിയും കാണാതായപ്പോൾ അത് ബ്രാഞ്ചസിൽ കണ്ടെത്തിയപ്പോൾ അവന് മനസ്സിലായി അവൻ കൂട് ഉണ്ടാക്കുകയാണെന്ന്. There were 3 baby squirrels in the wool. അപ്പൊ ആ അമ്മൂമ്മയുടെ തയ്യൽ തുണിക്കകത്ത് അവസാനം അവരെന്ത് കണ്ടെത്തി? 3 അണ്ണാൻ കുഞ്ഞുങ്ങളെ അവരെന്ത് ചെയ്തു? കണ്ടെത്തി. ഓക്കെ, അവസാനത്തെ ചോദ്യം, 19ാമത്തെ ചോദ്യം. വാട്ട് വാസ് ദ വണ്ടർ ദാറ്റ് നേച്ചർ ഹാഡ് കെപ്റ്റ് ഫോർ ദം ഇൻ ദ നെസ്റ്റ്? ആ കൂട്ടിൽ അവർക്ക് വേണ്ടി പ്രകൃതി ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ ഒരു അത്ഭുതം എന്തായിരുന്നു? ഓക്കെ, ദ വണ്ടർ നേച്ചർ ഹാഡ് കെപ്റ്റ് ഫോർ ദം വാസ് 3 വൈറ്റ് ബേബി സ്ക്വിറൽസ് ഇൻ ദ നെസ്റ്റ്. അപ്പൊ ആ കൂട്ടിൽ അവർ കണ്ടെത്തിയതെന്ന് പറഞ്ഞാൽ 3 വെള്ള അണ്ണാൻ കുഞ്ഞുങ്ങളെയാണ്. നോർമൽ അണ്ണാൻ സ്ക്വിറൽ എങ്ങനെയുള്ളതാണ്? ഗ്രേ കളറാണ്. പക്ഷെ ഇവിടെ അവർ കണ്ടെത്തിയത് 3 വൈറ്റ് ബേബി സ്ക്വിറൽസ് ആണ്. ഓക്കെ, ഗ്രാൻഡ് ഫാദർ സെഡ് ദാറ്റ്. ഗ്രാൻഡ് ഫാദർ എന്ത് പറഞ്ഞു? റാറ്റ്സ് ആൻഡ് സ്ക്വിറൽസ് വെർ റിലേറ്റഡ് ടു ഈച്ച് അതർ ആൻഡ് ഇറ്റ് വാസ് പോസിബിൾ ഫോർ ദം ടു ഹാവ് ഓഫ് സ്പ്രിങ് ഇഫ് ദേ മേറ്റഡ്. അപ്പൊ അണ്ണാനും എലിയും ഒരേ ഗ്രൂപ്പിലുള്ളവരാണ്. അവർക്ക് തമ്മിൽ എന്ത് ചെയ്യാം? ബന്ധപ്പെടാം. അങ്ങനെ അവർക്ക് എന്തുണ്ടാവും? കുട്ടികൾ ഉണ്ടാവാം. മനസ്സിലായോ? അവർക്ക് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ സാധിക്കും. സാധാരണ ഗ്രേ സ്ക്വിറൽസ് ആണ് ഉണ്ടാകേണ്ടത്. പക്ഷെ ഇവിടെ നേച്ചറിന്റെ വണ്ടർ എന്തായിരുന്നു? അവർക്കുണ്ടായത് വൈറ്റ് സ്ക്വിറൽസ് ആയിരുന്നു. ഓക്കെ, സോ ഈ ചോദ്യങ്ങൾ എല്ലാം മനസ്സിലാക്കിയെന്ന് വിചാരിച്ചു. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ.